ഇന്ന് നമ്മൾ ഗ്രോ ബാഗ് നിറയ്ക്കുന്നത് എങ്ങനെയാണെന്നൊന്ന് പരിചയപ്പെടാമേ. ആദ്യം തന്നെ കുറച്ച് കരിയിൽ നമ്മൾ ഇതിൻ്റെ അടിയിലിട്ട് കൊടുക്കുക. അടിയിലിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അത്രയും മണ്ണ് കുറച്ചിട്ടാലും മതി. മറ്റൊരു സ്ഥലത്ത് നിന്ന് എടുത്ത് വേറൊരു സ്ഥലത്തോട്ട് ഇത് വെക്കണമെങ്കിൽ തന്നെ എളുപ്പം പെട്ടെന്ന് സാധിക്കും. അത് കഴിഞ്ഞ് നമ്മൾ കുറച്ച് ചാണകപ്പൊടി ഇട്ട് കൊടുക്കുവാണേ. ചാണകപ്പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ കുറച്ച് ചകിരിച്ചോറ് ഒരു ലെയർ ഇട്ട് കൊടുത്തു. അത് കഴിഞ്ഞതിന് ശേഷം കുറച്ച് വേപ്പിൻ പിണ്ണാക്ക് ഇട്ട് കൊടുത്തു. അത് കഴിഞ്ഞ് കുറച്ച് എല്ലുപൊടിയുടെ നമ്മൾ അടിയിലിട്ട് കൊടുത്തു. എല്ലുപൊടിയുടെ ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ മണ്ണ് ഫില്ല് ചെയ്യുകയാണേ. മണ്ണ് ഞാൻ തന്നെയാണ് വീഡിയോ എടുക്കുന്നത്. അതിൻ്റേതായ ഒരു പ്രശ്നമുണ്ട്. നമ്മൾ കുറച്ച് മണ്ണ് അതിനകത്ത് വിതറി കൊടുത്ത് നല്ലോണം ഇട്ടതിന് ശേഷം ഇട്ട് കൊടുക്കുക. ഇതിൻ്റെ കൂടെ കുറച്ച് ചാണകപ്പൊടിയുടെ മിക്സ് ചെയ്തിട്ട് കൊടുക്കുക. മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് മണ്ണും കൂടെ ഇടുക. മണ്ണിട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും ഒരു ലെയർ ഞാൻ ചകിരിച്ചോറും കുറച്ച് വേപ്പിൻ പിണ്ണാക്കും വിതറി അതോടൊപ്പം കുറച്ച് എല്ലുപൊടിയൊക്കെ ഇട്ടതിന് ശേഷം വീണ്ടും കുറച്ച് ചാണകപ്പൊടി കൂടെ മിക്സ് ചെയ്തതിന് ശേഷം തൈകൾ നമ്മൾ നട്ടു കൊടുക്കുമേ. ഇപ്പം ഞാനിവിടെ മുളകും തൈയാണ് നടുന്നത്. മുളകും തൈ ഞാൻ നടുകയാണ്. ഈ മണ്ണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ 15 ദിവസം കുമ്മായം ഇട്ട് വെച്ചതിന് ശേഷം എടുക്കുന്ന മണ്ണാണ്. നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് അറിയാത്തവർക്ക് വേണ്ടിയുള്ളതാണ്. സാധാരണ മിക്കവാറും എല്ലാവർക്കും ഗ്രോ ബാഗ് നിറയ്ക്കുന്നതൊക്കെ അറിയാം. ഇതറിയില്ല എന്നുള്ളവർക്ക് വേണ്ടിയാണ് ഞാനിതിട്ടത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, അതുപോലെ ഷെയർ ചെയ്യുക.